ഹായ് വെൽക്കം ബാക്ക് ടു RS സ്റ്റോറീസ്. അപ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് വീഡിയോ അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫോർമേറ്റീവ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഇത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ റിക്വസ്റ്റ് വന്നിട്ട് ഏകദേശം 1-2 മാസമായി. എനിക്കങ്ങനെ റിക്വസ്റ്റ് വീഡിയോ ഒന്നും വരാറില്ല. റിക്വസ്റ്റ് വീഡിയോ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാൻ പറയുന്നതെല്ലാം കറക്റ്റ് ആയില്ലെങ്കിലോ എന്ന് പറഞ്ഞ ടെൻഷൻ. ബട്ട് ഇത് അതുകൊണ്ടല്ല കേട്ടോ ചെയ്യാത്തത്, എനിക്ക് കറക്റ്റായിട്ട് അതിനുള്ളൊരു സംഭവം എന്താ പറയുക, അതിനുള്ളൊരു ടൈം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ അതിനൊരു എഫേർട്ട് എടുത്തില്ല എന്ന് തന്നെ പറയാം. എനിക്കതങ്ങനെ ചെയ്യാൻ എന്തോ മടി എന്നെ അനുവദിച്ചില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ മനഃപൂർവ്വം ആ വീഡിയോ ചെയ്യാത്തതല്ല കേട്ടോ, എന്തുകൊണ്ടോ പറ്റിയില്ല എന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനത്തെ റിക്വസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ആ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് UIT, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ യൂറിനറി സിസ്റ്റത്തെ നമ്മുടെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ യൂറിനറി ബ്ലാഡറിനെ പിന്നെ യൂറിത്രേനെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് ഭയങ്കര സിവിയർ ആവുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഇത് കിഡ്നിയെ എഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് യൂറിനറി സിസ്റ്റം അറിയാമോ? ഞാൻ യൂറിനറി സിസ്റ്റത്തിൻ്റെ പിക്ക് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്ക് മെയിൻലി നമുക്ക് സിംറ്റംസ്, അതായത് വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൽവിക് ഏരിയയിൽ ഭയങ്കരമായിട്ട് പെയിൻ ആയിരിക്കും. പെൽവിക് ഏരിയ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പെൽവിക് ഏരിയയിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. അതുകണക്ക് തന്നെ ഫ്രീക്വൻ്റ്ലി യൂറിനേഷൻ, ഇടയ്ക്ക് നമുക്ക് ടോയ്ലറ്റിൽ പോകണം. അതുകണക്ക് തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിൻ പോകത്തുമില്ല, ഡ്രോപ്പ് വൈസ് ആയിരിക്കും പോകുന്നത്. പിന്നെ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും, യൂറിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. പിന്നെ ഡാർക്ക് യൂറിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഭയങ്കര ഒരു ബ്രൗൺ റെഡ് കളറൊക്കെ ആയിട്ട് യൂറിൻ വരും. പിന്നെ കിഡ്നീനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനിൽ ബ്ലഡ് സ്റ്റെയിനും കാണാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ യൂറിനേറ്റ് ചെയ്ത് പോകുന്നല്ല, ബ്ലഡ് സ്റ്റെയിൻസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മെയിൻലി ലേഡീസിലാണ് കാണുന്നത്. അവർ കൂടുതലും സ്വന്തം കാര്യം നോക്കാതെ നടക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ കൂടുതലും വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. മഴക്കാലമാണ്, ഓക്കെ, വെള്ളം കുടിക്കാൻ തോന്നില്ല. ഈ പറയുന്ന ഞാനും അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളൊന്നുമല്ല, ചിലപ്പോൾ മറന്നൊക്കെ പോവും. പക്ഷേ നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ആപ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, നമ്മുടെ റിമൈൻഡർ പോലത്തെ ആപ്സൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി അതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പണ്ട് ആപ്സൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം വെള്ളം കുടി അതിൽ കുറവായിരുന്നു. ഇപ്പോൾ വീണ്ടും കുഴപ്പമില്ല, ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ അത് പോകാറുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ UTI, നമുക്ക് ഷോർട്ട് ഫോമിൽ തന്നെ പറയാം. UTI വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ബോഡിയിൽ ചേഞ്ച് ഉണ്ടാകുമെന്ന് വെച്ചാൽ ക്ഷീണം, തളർച്ച, തലകറങ്ങൽ, പനി, ഈ വക കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ക്രാമ്പിങ്ങും പിന്നെ വെജൈനൽ ഇറിറ്റേഷനും വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അവിടെ നോക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവിടെ ഒന്നും എഴുതി ഒട്ടിച്ചിട്ടൊന്നുമില്ല, അവിടെ മിററാണ്. അപ്പം എന്നെ കാണത്തില്ല, ബട്ട് നമ്മളിങ്ങനെ മിറർ കാണുമ്പോൾ അറിയാൻ നോക്കി പോകല്ലോ, അങ്ങനെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ബ്ലാഡർ എപ്പോഴും എംപ്റ്റി ചെയ്യുക, വെള്ളം കുടിച്ച് യൂറിനേറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ യൂറിനേറ്റ് ചെയ്യുക, പിടിച്ച് വെച്ചുകൊണ്ടിരിക്കരുത്. പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ബാക്ടീരിയ എന്ന് പറയുന്ന സാധനം കാരണമാണ്. ഈ ബാക്ടീരിയ ഇൻക്രീസ് ചെയ്യും,
യൂറിൻ എന്ന് പറയുന്നതേ നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള വാട്ടർ കണ്ടന്റ് എടുത്തതിന് ശേഷം കിഡ്നിയൊക്കെ അതിനെ പല സ്റ്റെപ്പുകളും കഴിഞ്ഞ് ആവശ്യമില്ലാത്തൊരു സാധനം, ടോക്സിൻസും ബാക്ടീരിയാസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സാധനം പുറന്തള്ളുന്ന സാധനമാണ്. ഇതിനെ നമ്മൾ ബോഡിയിൽ തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം അങ്ങനെയല്ല പറഞ്ഞാൽ ഫലമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഹൈജീൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഹൈജീൻ എന്താണെന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ട് ടു ബാക്ക് വൈപ്പ് ചെയ്യുക. ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം തിരിച്ച് വൈപ്പ് ചെയ്യരുത്. കാരണം ബാക്ടീരിയ കണ്ടൻസ് നമ്മൾ വെജൈനയ്ക്കുള്ളിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അതിനൊക്കെ നമ്മൾ ജെനിറ്റൽ ഏരിയാസ് ഡ്രൈ ആയിട്ടും ക്ലീൻ ആയിട്ടും വയ്ക്കുക. പിന്നെ മെൻസ്ട്രൽ പ്രോഡക്ട്സ് ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്യുക. നമ്മളിപ്പോൾ പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്ര മണിക്കൂർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ടൈം ആകുമ്പോഴത്തേക്കും പാഡ്സ് മാറ്റുക. നമ്മുടെ കപ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കപ്പ് കറക്റ്റായിട്ട് വാം വാട്ടറിൽ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ കോട്ടൺ ഇന്നർവെയർസ് യൂസ് ചെയ്യാൻ നോക്കാന്നല്ല, കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുക. പിന്നെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ഹൈഡ്രേഷൻ ആൻഡ് യൂറിനേഷൻ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് ഹൈഡ്രേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് യൂറിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്ലെൻറ്റി ഓഫ് വാട്ടർ, വെള്ളം കുടിക്കുക, അതാണ് മെയിൻ. നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കുക, നിറയെ വെള്ളം കുടിക്കുക. പിന്നെ എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ യൂറിനേറ്റ് ചെയ്യുക. നമ്മൾ ടൂറൊക്കെ പോകുമ്പോഴത്തേക്ക് പെട്ടുപോകല്ലേ, അതിനൊക്കെ സെക്ഷൽ ആക്ടിവിറ്റീസിന് ശേഷം യൂറിനേറ്റ് ചെയ്യുക. കാരണം ബാക്ടീരിയാസ് അകത്ത് കടന്നിട്ടുണ്ടാവും, അത് യൂറിനേറ്റ് ചെയ്ത് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ അസിഡിക് ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക. എന്നുവെച്ചാൽ ഓറഞ്ച്, ലെമൺ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാതിരിക്കുക ഇൻഫെക്ഷൻ്റെ ടൈമിൽ. പിന്നെ നമ്മൾ എന്തൊക്കെ കഴിക്കാം, ബെറീസ് കഴിക്കാം കേട്ടോ. ക്യാൻബെറി, ബ്ലൂബെറി, റാസ്ബെറി പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം. പിന്നെ പ്രോബയോട്ടിക് റിച്ച് ഫുഡ്, യോഗട്ടും കാര്യങ്ങളും ഒക്കെ കഴിക്കാം. പിന്നെ ഹൈ ഫൈബർ ഫുഡ്സ്, ബനാന, ബീൻസ്, നട്ട്സ്, ഓട്സ് ഒക്കെ കഴിക്കാം. പിന്നെ സാൽമൺ, കോഡ് ലിവർ ഫിഷ് ഒക്കെ കഴിക്കാം. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ഇതെത്ര നോക്കിയാട്ടോ പറഞ്ഞേ, വേറെ കൊണ്ടല്ല, എൻ്റെ തലയിൽ ഇരിക്കത്തില്ല. ഇപ്പം ഞാൻ പഠിക്കുന്ന ഇതല്ല. ഞാൻ ഫാർമസി കഴിഞ്ഞു, എക്സാം എഴുതിയിട്ടില്ല, എക്സാം ഇനി എഴുതണം. ഇപ്പോൾ ഞാൻ വീണ്ടും IT-ലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് പോയി. എനിക്കിപ്പോൾ അതും ഇതും എല്ലാം കൂടി തലയിൽ കൊണ്ട് നടക്കാനുള്ളൊരു തലയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മറന്നുപോകും. അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും നോക്കി പറഞ്ഞത്. ഞാൻ കാണാതെ പഠിക്കാൻ ശ്രമിക്കാത്തതാണ്. കാരണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ തലയിൽ ഇരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭ്രാന്താവും. അതുകൊണ്ടാണ് നോക്കി പറഞ്ഞത് ഫുള്ള്. മറ്റേ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ട് കുറച്ചൊക്കെ നോക്കി പറയാൻ നോക്കുമായിരുന്നു. ബട്ട് ഇത് സീനാടാ, ഭയങ്കര പാടാ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അല്ല, മനസ്സിലായിട്ടില്ല എങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ കേട്ടോ. എനിക്കും തോന്നുന്നില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ടെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന്. പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ബേസിക് എലമെൻറ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, പിന്നെ സിംറ്റംസ് ഞാൻ പറഞ്ഞു, പിന്നെ ഏതൊക്കെ ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചൂടാ എന്ന് പറഞ്ഞു, പിന്നെ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ എനിക്കും കൂടുതൽ ആയിട്ട് തപ്പേണ്ടി വരും, ആൾക്കാരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. ഇതിപ്പോൾ ബേസിക് എലമെൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞതൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്തെങ്കിലും വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ RS സ്റ്റോറീസ് എന്ന് പറയുന്ന അക്കൗണ്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഒന്നും അതിനകത്ത് ഇടാറില്ല. എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ
അതല്ല എന്നാണെങ്കിൽ എനിക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. surya.com എന്നാണ് പേര്. surya_dot_dot_com. COM. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.